ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ആണോ? ഭയങ്കര പൊന്നു മാർട്ടിനെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? ചുമ്മാ പോകുന്ന ഒരു പെണ്ണുമ്പിള്ളം വെറുതെ വിടരുത് കേട്ടോ. അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അല്ല, ഞാനതെങ്ങനെ പറയും? എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. കണ്ണിൽ കണ്ട സത്യം ടാർസൂസ് എവിടെയും പറയും. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. അവറ്റകളെ എനിക്ക് ഇഷ്ടമല്ല. പണ്ട് മുതലേ വൃത്തികെട്ട ജന്തുക്കളാണ്. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? മുത്തശ്ശന് എന്തിന്റെ കട? വയസ്സാം കാലത്ത് പെമ്പിള്ളേരെ കാണുമ്പോ എന്താ ഇളക്കം? ഞാനൊരു പുരുഷനല്ലടാ. ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം, മാർട്ടിൻ മേനാച്ചേരി? പണി പിന്നെയും പാളി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പൊ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും. എന്ത് സംഭവങ്ങൾ? അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ പെൺകുട്ടിക്ക് മര്യാദയ്ക്ക് പെരുമാറാൻ അറിയില്ല. ഒരുത്തക്കോട് ഒരു അല്പം കൂടുതൽ. താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? ചൂടാവണ്ട, കൊതുകിനുമില്ലേ ക്രിമികടി. അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ. വിട്ടേക്ക്. നീ ഒരു പ്രസ്ഥാനമാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാൻ. താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ, 4 അറപ്പുളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പൊ താങ്കൾ ഇതൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ. അങ്ങനെ കംപ്ലീറ്റ് അലപ്പിന്റെ ഭാഗത്തുണ്ട്. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. കുത്തി ഇരുന്ന് കണ്ടതല്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികള്. താൻ എന്തുവാണോ തലയും താലും ഇല്ലാതെ പിന്നെ ഓരോന്നൊക്കെ പറയുന്നത്? പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അത് പിന്നെ ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? അതിപ്പോ പറയാൻ കഴിയില്ല. ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ്? താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? ഇവരോട് സംസാരിച്ചു നിൽക്കാൻ മുതലാളിക്ക് ലഗ്നയില്ലേ? എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണം. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. ഓ എന്റെ ഭാസി, എന്നെ കണ്ടാ പറയൂലെങ്കിലും ഈ ഒരു സംഭവം തന്നെ. പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നടി ശ്വേതാ മേനോനെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ പരാതി. ബ്യൂട്ടിഫുൾ. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ലൈംഗിക സൈറ്റുകൾ പ്രചരിപ്പിച്ചു, ഹൈക്കോടതി പരിസരത്ത് വെച്ച് ലൈംഗിക വീഡിയോകൾ കണ്ടു എന്നും സിനിമാ നിരൂപകനായ സുധീഷ് പാറയിൽ നൽകിയ പരാതിയിൽ പറയുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.